ഓപ്പറേഷൻ തൂഫാൻ ഒരു മാസം പിന്നിടുകയാണ്. ഇതിനകത്ത് ഇപ്പോഴും ലഹരി വ്യാപനം വലിയ തരത്തിലുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി വളരെ സജീവമാണ്. അവര് കേരളത്തെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ഇതിനകം തന്നെ 5600-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്തു, 4500-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തു. അതോടൊപ്പം തന്നെ 70 കോടി രൂപയുടെ മയക്കുമരുന്നാണ് നമ്മൾ പിടിച്ചെടുത്തത്. ഏതാണ്ട് 50-ലധികം ആളുകളെ നമ്മൾ ആശുപത്രിയിലാക്കി റീഹാബിലിറ്റേഷന്റെ ഭാഗമായി. അപ്പൊ അങ്ങനെ ഈ ലോബി വളരെ ശക്തമാണ്. വർഷങ്ങളായി ഈ ലോബി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവരെ നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ സമയമെടുക്കും. അതിനുവേണ്ടി കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കേരളത്തിലെ പോലീസ് സേനയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കോൺസ്റ്റബിൾ മുതൽ DGP വരെയുള്ള ആളുകൾ ഈ കാര്യത്തിൽ കാണിക്കുന്ന ആത്മാർത്ഥതയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇത് തുടരും. ഒരു മാസമായി, ഇനി ഇത് തുടരും. ലഹരി വ്യാപനത്തിനെതിരെ വലിയ ഇടപെടൽ നടത്തുന്നുണ്ട്. അപ്പോഴും ഒരു ഭാഗത്തുകൂടി ഈ മദ്യമടക്കമുള്ള കാര്യങ്ങൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ അതിനിടയ്ക്കും ഇപ്പൊ മന്ത്രി ഇരുത്തിക്കൊണ്ട് തന്നെ മർദ്ദമസഭാ അധ്യക്ഷർ വിമർശനം നടത്തിയിട്ടുണ്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറക്കുന്നത് പോലും അംഗീകരിക്കാൻ കഴിയില്ല. അല്ല, അതിനെപ്പറ്റി തീരുമാനം എടുത്തിട്ടില്ല. UDF കൂടി ഒരു തീരുമാനം എടുക്കും. പക്ഷെ അപ്പോഴും സഭ അടക്കമുള്ള ആളുകളിൽ സമൂഹത്തിന് വലിയ ആശങ്കയുണ്ട്. പ്രതിപക്ഷം അടക്കം വിമർശനം ഉന്നയിക്കുകയാണ്. അപ്പൊ ആ കാര്യത്തിനകത്താണ് മന്ത്രി അത് മർദ്ദമസഭാ അധ്യക്ഷൻ പറഞ്ഞ കാര്യം ഗവൺമെന്റ് ശ്രദ്ധയിൽ വരും. UDF കൂടി തീരുമാനിക്കും. അതിനോട് എന്താണ്?